സംസ്ഥാന വ്യാപകമായി KSSPA ട്രഷറികൾക്ക് മുമ്പിൽ നടക്കുന്ന പ്രകടനത്തിൻ്റെയും വിശദീകരണ യോഗത്തിൻ്റെയും ഭാഗമായി ബാലുശ്ശേരി സബ് ട്രഷറിക്ക് മുൻപിൽ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ബാലുശ്ശേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും വിശദീകരണ യോഗവും സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം KSSPA വനിതാ ഫോറം സംസ്ഥാന സെക്രട്ടറി M. വാസന്തി നിർവഹിച്ചു. പരിഷ്കരിക്കേണ്ടതായിരുന്നു. പക്ഷേ കഴിഞ്ഞ പരിഷ്കരണത്തിന്റെ കുടിശ്ശിക പോലും നമുക്ക് ലഭിച്ചിട്ടില്ല. മൂന്നാമത്തെ ഗഡുവിന്റെ ക്ഷമാശ്വാസവും അതുപോലെ നാലാമത്തെ ഗഡുവും നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് അറിയുമ്പോൾ ഇനി എന്തിനു വേണ്ടി നമ്മൾ സമരം ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സമരം ചെയ്യുന്നത് കൊണ്ട് ഒരു നേട്ടം, ഏറ്റവും വലിയൊരു നേട്ടം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് മനസ്സിലായി നമ്മൾ പെൻഷൻകാർ വളരെ തികച്ചും ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഇവിടെ സമരം ചെയ്യുന്നത്. ബാലുശ്ശേരി സബ് ട്രഷറിക്ക് മുന്നിൽ പെൻഷൻ പരിഷ്കരണ ദിനത്തിൽ പെൻഷൻ പരിഷ്കരണ കമ്മീഷനെ ഉടനടി നിയമിക്കുക തുടങ്ങി വളരെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പരിപാടി ആഹ്വാനം ചെയ്തിരിക്കുന്നത്. പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക, ക്ഷമാശ്വാസം 6 ഗഡു അനുവദിക്കുക, ക്ഷമാശ്വാസ പെൻഷൻ പരിഷ്കരണ കുടിശ്ശികകൾ ഉടൻ വിതരണം ചെയ്യുക, ജീവാനന്ദം പദ്ധതി ഉപേക്ഷിക്കുക, മെഡിസെപ്പിലെ ന്യൂനതകൾ പരിഹരിക്കുക എന്നീ കാര്യങ്ങളും ഇതോടൊപ്പം വിശദീകരണ യോഗം ആവശ്യപ്പെടുന്നു. സംസ്ഥാന ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ശമ്പളവും പെൻഷനും അവസാനമായി പരിഷ്കരിച്ചത് 2019 ജൂലൈ 1 മുതലാണ്. സംസ്ഥാന ജീവനക്കാരുടെയും സർവീസ് പെൻഷൻകാരുടെയും ശമ്പളവും പെൻഷനും 5 വർഷം കൂടുമ്പോൾ പരിഷ്കരിക്കുക എന്ന കീഴ്വഴക്കം 1968 മുതൽ സംസ്ഥാനത്ത് നടന്നുവരികയാണ്. ഇതുവരെയുള്ള കീഴ്വഴക്കമനുസരിച്ച് 2024 ജൂലൈ 1 മുതൽ ശമ്പളവും പെൻഷനും പരിഷ്കരിക്കേണ്ടതുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ച് യാതൊരു നടപടിയും ഇതുവരെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഇതുകൂടാതെ ജീവനക്കാർക്കും സർവീസ് പെൻഷൻകാർക്കും 2021 ജൂലൈ മുതൽ ലഭിക്കേണ്ട 6 ഗഡു ക്ഷമാശ്വാസം അനുവദിക്കാനും സർക്കാർ തയ്യാറായിട്ടുമില്ല. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് 2% ക്ഷമാശ്വാസം അനുവദിച്ചെങ്കിലും പ്രസ്തുത ക്ഷമാശ്വാസത്തിൻ്റെ 39 മാസത്തെ കുടിശ്ശിക നൽകാതെയുള്ള സമീപനമാണ് ഇടതുപക്ഷ സർക്കാർ സ്വീകരിച്ചത്. 2019 പെൻഷൻ പരിഷ്കരണത്തിൻ്റെ ഭാഗമായി ലഭിക്കാനുള്ള ക്ഷമാശ്വാസത്തിൻ്റെ 3ഉം 4ഉം ഗഡുക്കളും പരിഷ്കരണത്തിൻ്റെ 4ാം ഗഡുവും വിതരണം ചെയ്യാതെ ഇപ്പോഴും തടഞ്ഞു വച്ചിരിക്കുകയാണ്. മെഡിസെപ്പിലെ പരാതികൾ 2 വർഷം പിന്നിട്ടിട്ടും പരിഹരിക്കുവാൻ തയ്യാറാക്കാത്ത സർക്കാർ പുതിയ ജീവാനന്ദം പദ്ധതിയിലൂടെ ജീവനക്കാരിൽ നിന്നും തുക പിടിച്ചു വയ്ക്കാനുള്ള നടപടികളുമായി മുന്നോട്ടു പോവുകയാണ്. ഭാവിയിൽ സർവീസ് പെൻഷൻകാരിലും ഇത്തരം പദ്ധതികൾ പ്രഖ്യാപിച്ച് ഇപ്പോൾ ലഭിക്കുന്ന പെൻഷനിൽ നിന്നും തുക പിടിച്ചു വയ്ക്കുവാനുള്ള നടപടികളുമായി മുന്നോട്ടു പോകുവാൻ യാതൊരു മടിയുമില്ലാത്ത ഭരണകൂടമാണ് ഇപ്പോൾ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്നുവെന്നാണ് യോഗം ആരോപിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് റൂം, കേരള.